ഒറ്റമൂലി ഓൺലൈൻ്റെ രണ്ടാമത് എപ്പിസോഡിലേക്ക് ഏവർക്കും ശ്രീ യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം. 2007 ഡിസംബർ വ്യാഴാഴ്ച ഇതിൻ്റെ ആദ്യ എപ്പിസോഡ് ഞങ്ങൾ സംപ്രേഷണം ചെയ്തിരുന്നു. അന്ന് നിരവധി രോഗികൾ വിളിച്ച് അവർക്കുള്ള രോഗനിർദ്ദേശങ്ങൾ ഞങ്ങൾ നൽകിയിരുന്നു. ഈ എപ്പിസോഡിലും അനേക ആത്മീയ രോഗികൾക്കുള്ള നിർദ്ദേശങ്ങൾ നൽകുവാൻ നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്ന ഡോക്ടർ ആത്മീയ രോഗ വിദഗ്ധൻ പോൾ ജോൺ പീറ്റർ അന്ത്രയോസ് ആണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ നിങ്ങളുടെ കോളുകൾക്കായി കാത്തിരിക്കുകയാണ്. നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 707070. ഡോക്ടർ, എന്തൊക്കെയാണ് ഇന്നത്തെ കാലത്തെ ആത്മീയ രോഗങ്ങൾ ഒന്ന് വിശദീകരിക്കാം? ആത്മീയ രോഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ പഴയ രോഗങ്ങൾ തന്നെ മാറ്റമില്ലാതെ തുടരുന്നുണ്ട്. പിന്നെ പുതിയതായിട്ടൊരു രോഗം ഇന്ന് വ്യാപകമായിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ ഡോക്ടർ? അത് വിവര സാങ്കേതിക വിദ്യ മൂലം ഉണ്ടായ രോഗമാണ്. കാരണം ഇന്ന് പലരും കൂട്ടായ്മയ്ക്ക് പോകുന്നില്ല. അവർ പറയുന്നത് ടെലിവിഷനിലും ഇന്റർനെറ്റിലുമൊക്കെ ധാരാളം ആത്മീയ പരിപാടികൾ, കൂട്ടായ്മകൾ, കൺവെൻഷനുകൾ, സഭായമൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഈ തിരക്കുള്ള ജീവിതത്തിനിടയിൽ വീട്ടിൽ നിന്ന് തന്നെ ഇതൊക്കെ കാണാമല്ലോ എന്നാണ് അവർ പറയുന്നത്. അവർക്ക് ഈ കൂട്ടായ്മയിൽ നിന്നും ലഭിക്കാത്ത ഇത്തരം അനുഭവങ്ങൾ ഈ മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് നല്ലതല്ലേ ഡോക്ടർ? എന്റെ അഭിപ്രായത്തിൽ നല്ലതല്ല. കാരണം എന്തുകൊണ്ടാണ്? കൂട്ടായ്മയ്ക്ക് ലഭിക്കുന്ന ആത്മീയ സന്തോഷം ഒരിക്കലും വീട്ടിലിരുന്ന് ടെലിവിഷനിലൂടെ ഇന്റർനെറ്റിലൂടെ ലഭിക്കത്തില്ല. കാരണം കൂട്ടായ്മയ്ക്ക് വരുമ്പോൾ ഒരു കൂട്ടുത്തരവാദിത്വമുണ്ട്, ഒരു ആത്മബന്ധമുണ്ട്, ആത്മസന്തോഷമുണ്ട്. വീട്ടിലിരുന്ന് കൂട്ടായ്മ മുടങ്ങി ബന്ധനത്തിലായിരിക്കും. ഈ ബന്ധനം ഒഴിവാക്കാൻ എന്താണ് ഡോക്ടർ ചെയ്യേണ്ടത്? ഈ ബന്ധനം ഒഴിവാക്കാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കണം. പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിച്ച ഒരു വ്യക്തി ഒരിക്കലും അടങ്ങി വീട്ടിൽ ഒതുങ്ങിയിരിക്കില്ല. അവർ കൂട്ടായ്മയ്ക്ക് പോകും, എല്ലാ കൂട്ടായ്മയ്ക്കും പോകും. കൂട്ടായ്മയ്ക്ക് പോകുവാൻ ആദ്യം ചെയ്യേണ്ടത് ദൈവസന്നിധിയിൽ ഇത്തരം രോഗികളെ അഡ്മിറ്റ് ചെയ്യണം. അഡ്മിറ്റ് ചെയ്ത് വിദഗ്ധ പരിശോധന. നമുക്കൊരു കോൾ വരുന്നുണ്ട്. ഹലോ 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 ഒറ്റമൂലി ഓൺലൈനിലേക്ക് സ്വാഗതം. ഇത് കോട്ടയത്ത് നിന്ന് മർക്കോസ് ആണ്. മർക്കോസ്, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഡോക്ടർ, എനിക്കൊരു ഭയങ്കരമായ പ്രശ്നത്തിലേക്ക് ഞാൻ അകപ്പെട്ടിരിക്കുകയാണ്. പറയൂ മർക്കോസെ, എന്താണ് താങ്കളുടെ പ്രശ്നം? ഡോക്ടർ, എനിക്ക് വെള്ളം കണ്ടാൽ ആകെ പേടിയാണ് ഡോക്ടർ. വെള്ളം കണ്ടാൽ പേടിയോ? എന്തുകൊണ്ടാണ് ഈ വെള്ളം കണ്ടാൽ പേടി? എന്ന് മുതലാണ് ഈ രോഗം തുടങ്ങിയത്? ഒരു ഉപദേശി വീട്ടിൽ വന്നതിന് ശേഷമാണ്. ഉപദേശി വീട്ടിൽ വന്നതിന് ശേഷം താങ്കൾക്ക് വെള്ളം കണ്ടാൽ പേടി. ഉപദേശി എന്ത് ചെയ്തു? ഭയങ്കര പേടിയാണ്. ഉപദേശി പറഞ്ഞു മുങ്ങണമെന്ന്. ഉപദേശി മുങ്ങണമെന്ന് പറഞ്ഞപ്പോൾ താങ്കൾ എന്തിനാ പേടിക്കുന്നത്? താങ്കൾ നേരത്തെ അങ്ങ് മുങ്ങിയിട്ടില്ലേ? വെള്ളത്തിൽ മുങ്ങണമെന്നാണ് പറഞ്ഞത്. വെള്ളത്തിൽ മുങ്ങുമ്പോ പേടിക്കുന്ന എന്തിനെ? കുട്ടിക്കാലത്തൊക്കെ ആറ്റിൽ പോയി മുങ്ങിയിട്ടില്ലേ? ഡോക്ടറെ നോക്ക്, മുങ്ങുന്ന കാര്യം മാത്രം എന്നോട് പറയരുത്, ബാക്കി എന്തും ഞാൻ ചെയ്തോളാം. മുങ്ങുന്നതിൽ താങ്കൾക്ക് എന്താണ് പ്രശ്നം? വെള്ളത്തിൽ മുങ്ങാൻ ഉപദേശി പറഞ്ഞു, ആ ഉപദേശിയുടെ അടുക്കൽ തന്നെ ചെല്ലുക. പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം മർക്കോസിന് മനസ്സിലായില്ല കാര്യം. ഇന്ന് പലർക്കും ഇത്തരം അസുഖങ്ങളുണ്ട്. മുങ്ങണമെന്ന് പറയുമ്പോൾ പേടിയാണ്. എന്താണ് താങ്കൾക്കുള്ള പ്രശ്നം? മുങ്ങിയാൽ എന്ത് സംഭവിക്കും? ഞാൻ എത്ര പ്രാവശ്യം വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നു, അപ്പോഴൊന്നും ഈ പേടി വന്നിട്ടില്ല. അല്ല, ഇപ്പോൾ ഈ ഉപദേശി വന്നതിന് ശേഷം മർക്കോസിന് എന്താണ് പ്രശ്നം? ഈ പേടിയുടെ കാരണം എന്താണ്? വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ അപ്പൻ എന്ത് പറയും, അമ്മ എന്ത് പറയും, ചേട്ടൻ വഴക്ക് പറയും, പെങ്ങൾ വീട്ടിൽ വരില്ല, അയൽക്കാർ കയറില്ല, ഇവയൊക്കെയാണ് എന്റെ പേടി. മർക്കോസ്, ഒരു കാര്യം ഓർക്കണം. ദൈവവുമായുള്ള ബന്ധമാണ് ഈ മുങ്ങൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യേശുക്രിസ്തുവുമായുള്ള ബന്ധം. യേശുക്രിസ്തു യോർദാൻ നദിയിൽ 30-ാമത്തെ വയസ്സിൽ മുങ്ങി. അദ്ദേഹത്തിന് യാതൊന്നും സംഭവിച്ചില്ല. സംഭവിച്ചത് എന്താണ്? നിത്യരക്ഷ ലഭിക്കും. ഈ പെങ്ങന്മാരെയും ചേട്ടന്മാരെയും അപ്പന്മാരെയും അമ്മമാരെയൊക്കെ പ്രസാദിപ്പിച്ചുകൊണ്ട് വെള്ളം കണ്ട് പേടിച്ചു നിന്നാൽ ഒരിക്കലും മർക്കോസിന് നിത്യത ലഭിക്കില്ല. ഈ നിത്യത ലഭിക്കണമെങ്കിൽ ആ ഉപദേശി പറഞ്ഞതുപോലെ മുങ്ങണം. ആ ഉപദേശിയുടെ അടുക്കൽ തന്നെ മർക്കോസ് ഉടൻ തന്നെ ചെന്ന് ഈ പേടി മാറ്റി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ എന്താണ് ലഭിക്കണമെന്ന് അറിയാമോ? ആത്മസന്തോഷം ലഭിക്കും, നിത്യജീവൻ ലഭിക്കും. ശരി ഡോക്ടർ. മർക്കോസ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മുങ്ങണം. അടുത്തുള്ള നല്ല ഒരു ആത്മീക കേന്ദ്രത്തിൽ ചെന്ന് പേടിയൊക്കെ മാറ്റി പെട്ടെന്ന് തന്നെ താമസിക്കാതെ തന്നെ മുങ്ങി കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേരണം. ശരി ഡോക്ടർ, വളരെ നന്ദി. താങ്ക് യു മർക്കോസ്. ഡോക്ടർ, ഇന്ന് പലരും ഇങ്ങനെ മുങ്ങാൻ ആ മുങ്ങലിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് പലർക്കും പ്രശ്നമാണ്. മുങ്ങുന്ന കാര്യം വളരെ പ്രശ്നമാണ്.
അവർക്ക് പമ്പയാറ്റിലെ, പെരിയാറ്റിലെ, ഭാരതപ്പുഴയിലെ തുള്ളിച്ചാടി നീന്താനും ഒക്കെ പലരും സർക്കസ് കാണിച്ച് മുങ്ങ, യാതൊരു പ്രശ്നമില്ല. പക്ഷെ യേശുവിനോട് ചേരാൻ. ഹലോ ഹലോ ഡോക്ടർ കോള്. ഹലോ ഹലോ ഹലോ, ഒറ്റമൂലി ഓണിലേക്ക് സ്വാഗതം. നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? ഇത് ഞാൻ കോന്നിയിൽ നിന്ന് പുളിക്കലാണ് ഡോക്ടറെ. പുള്ളിക്ക് ഡോക്ടറോട് സംസാരിച്ചോളൂ. ഓ ശരി. പുള്ളിക്കല എന്താണ് പ്രശ്നം? താങ്കളുടെ പ്രശ്നം പെട്ടെന്ന് പറയാം. ഡോക്ടറെ, എനിക്ക് വല്ലാത്ത ദഹനക്കേടാണ് ഡോക്ടറെ. എപ്പോഴൊക്കെയാണ് ദഹനക്കേട് ഉണ്ടാകുന്നത്? അയ്യോ, അത് എപ്പോഴും അങ്ങ് ദഹനക്കേട് ഉണ്ടായിക്കൊണ്ടിരിക്കുക. പിന്നെ മെയിനായിട്ടുള്ളത് കൂട്ടായ്മക്കിടയിലും കൂട്ടായ്മ കഴിഞ്ഞുമാണ് കൂടുതലായിട്ട് ഇത് കാണപ്പെടുന്നത്. കൂട്ടായ്മയുടെ ഏത് സമയത്താണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത്? അത് ഡോക്ടറെ, ഈ പാസ്റ്റർമാർ വചനം അങ്ങോട്ട് പ്രസംഗിക്കാൻ തുടങ്ങുമല്ലോ, അതങ്ങോട്ട് കേൾക്കുന്നുണ്ട് എനിക്ക് വലിയ പ്രശ്നമാണ്. ഈ കൂട്ടായ്മ കഴിഞ്ഞിട്ട് മനസ്സിനുള്ളിൽ ഭയങ്കര സുനാമി അടിക്കുന്ന പോലെ ഡോക്ടറെ. പുള്ളിക്കലെ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ വചനം എന്ന് പറയുമ്പോൾ ഈ ആശയങ്ങളോട് പുള്ളിക്കലിനെ യോജിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ ദഹനക്കേട് ഉണ്ടാകുന്നത്. അങ്ങനൊന്നുമില്ല ഡോക്ടറെ, ദൈവവചനം എനിക്ക് വളരെ വളരെ ഇഷ്ടമാണ്. പക്ഷേ ഈ പാസ്റ്റർമാരുണ്ടല്ലോ, അതിനെ വളച്ചൊടിച്ച് പറയുന്നത് പോലെ എനിക്ക് അങ്ങ് തോന്നുന്നത്. അതൊരു തോന്നലാണ്, വളച്ചൊടിച്ച് പലരും പറയാറുണ്ട്. പക്ഷെ പുള്ളിക്കലൊരു കാര്യം ഓർക്കണം, വചനമെന്ന് പറയുന്നത് നല്ല മരുന്നാണ്, ദഹനക്കേട് മാറ്റുന്നതാണ്. അപ്പൊ പുള്ളിക്കൽ ഒരു കാര്യം ചെയ്യണം, വചനം എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കുക. മറ്റ് കാര്യങ്ങളൊക്കെ ദഹിക്കാൻ വയ്യായെങ്കിൽ അത് മാറ്റാനുള്ള നല്ല മരുന്നൊക്കെ ഉണ്ട്. ഈ വാരി വലിച്ചൊന്നും അകത്തോട്ട് കയറ്റരുത്. ഓക്കെ, ശരി ഡോക്ടറെ. ഞാൻ വചനം ശക്തമായിട്ട് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ മറ്റ് ദഹനക്കേടൊന്നും ഉണ്ടാകത്തില്ല. പുളിക്കലിന്റെ പ്രശ്നം എനിക്ക് മനസ്സിലായത്, പുളിക്കലെ എല്ലാ അക്ഷരങ്ങളും വാരി വലിച്ചം കയറ്റും, വേണ്ടവണ്ണം ഉള്ളിലേക്ക് കയറ്റുന്നില്ല. ഇപ്പൊ സാധാരണ ഒരു ഭക്ഷണം വാരി വലിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ദഹനക്കേട് ഉണ്ടാകും. അതുകൊണ്ട് പുള്ളിക്കലൊരു കാര്യം ചെയ്യണം, പാല്, വചനം എന്ന മായമില്ലാത്ത പാല് ഭംഗിയായിട്ട് കുടിച്ചോളണം. ശരി ഡോക്ടറെ, ഞാൻ ഇനി എന്നാ വചനം എന്ന പാല് കുടിക്കാം. അപ്പോൾ വേറൊരു കാര്യം കൂടെ പുള്ളിക്കൽ ശ്രദ്ധിക്കേണ്ട കാര്യം, അടുത്തുള്ള ഒരു ആട് പരിപാലക കേന്ദ്രത്തിൽ നിന്ന് വചനം ടോണിക്ക് മേടിച്ച് ദിവസവും 2 നേരം കഴിക്കുക. ശരി ഡോക്ടറെ, ഈ ദഹനക്കേട് മാറും. ശരി ഡോക്ടറെ. ശരി, വളരെ നന്ദി. താങ്ക് യു പുളിക്കൻ. ഡോക്ടറെ, ഈ പുളിക്കൻ പറഞ്ഞതുപോലെ നമുക്ക് ഇന്ന് വചനം എന്ന പാല് ശരിയായി പലയിടത്തും കിട്ടുന്നില്ല എന്നൊരു. അതെ, പുളിക്കൽ പറഞ്ഞതിനകത്ത് കാര്യമുണ്ട്. വചനം എന്ന പാല് ഇന്ന് പല കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നില്ല, മറ്റു പല കാര്യങ്ങളാണ് ലഭിക്കുന്നത്. മറ്റു പലതിലേക്കും മാറിപ്പോകും. മറ്റു പല ദഹിക്കാത്ത പല ആഹാരങ്ങളാണ് അത്തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ ദഹനക്കേടുണ്ടാകാം. ഹലോ ഹലോ ഹലോ, ഒറ്റമൂല്യത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ സാറേ, കേൾക്കുന്നുണ്ടോ? ഹലോ, സംസാരിച്ചോളൂ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഇത് കടമ്പനാട്ട് യോനാച്ചനാ. യോനാച്ചൻ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? പറഞ്ഞോളൂ. ഡോക്ടറെ, എനിക്ക് പ്രശ്നം, എനിക്ക് എന്നെ തന്നെ കാണാൻ കഴിയുന്നില്ല, അതാണ് പ്രശ്നം. യോനാച്ചൻ പറയുന്നത് വ്യക്തമാകുന്നില്ലല്ലോ, ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. എനിക്കേ എന്നെ തന്നെ കാണാൻ പറ്റുന്നില്ലെന്ന്. കാണാൻ കഴിയുന്നില്ല? അപ്പൊ കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്താൽ മതിയല്ലോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് മനസ്സിലാവും. സാറേ, കണ്ണിന് കുഴപ്പമൊന്നുമില്ല, ഭയങ്കര കാഴ്ചയാണ് എന്റെ പ്രശ്നം. അപ്പൊ ഭയങ്കര കാഴ്ചയുള്ളപ്പോഴും കാണാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ യോനാച്ച. മറ്റുള്ളവരുടെ കുറവ് മാത്രമാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. മറ്റുള്ളവരുടെ കുറ്റം മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ അതാണ് പ്രശ്നം അല്ലേ? അപ്പൊ യോനാച്ചന്റെ പ്രധാന പ്രശ്നം, യോനാച്ചന് കാഴ്ചപ്പാടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ കാഴ്ചപ്പാടുണ്ടെങ്കിൽ സ്വന്തമായിട്ട് കാണാൻ പറ്റും, മറ്റുള്ളവരുടെ കുറ്റം കാണാൻ പറ്റത്തില്ല. അപ്പൊ ഏത് സമയത്താണ് ഇത് കൂടുതലും ഉണ്ടാകുന്നത്? ഒന്ന് വിശദീകരിക്കാവോ? ഡോക്ടർ, കർത്തൃമേശ സമയത്ത് എന്റെ കണ്ണ് മറ്റുള്ളവരിലേക്ക് പതിക്കുന്നു. അവർ ആരൊക്കെ കർത്തൃമേശ എടുക്കുന്നുണ്ടെന്ന് ഞാൻ എണ്ണുന്നു. എന്നിട്ട് എൻ്റെ മനസ്സിലൂടെ അവിടെ കുറ്റങ്ങളും കുറവുകളും ഓടി വരുന്നു. എൻ്റെ അടുത്ത് പാത്രം വരുമ്പോൾ ഞാൻ അറിയുന്നില്ല, പാസ്റ്റർ തട്ടി വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ എനിക്ക് മേശമേൽ നിന്നുള്ള പാത്രത്തിൽ നിന്നും കഴിക്കാനാകുന്ന അന്തരമാണ് സാർ. അപ്പൊ എന്തിനാണ് താങ്കൾ ഈ മറ്റുള്ളവരെ അപ്പം നോക്കുന്നത്? കർത്തൃമേശ എടുക്കുമ്പോൾ മറ്റുള്ളവരെ എന്തിനാണ് നോക്കുന്നത്? എന്നാ പറയാനാ, അതൊരു ശീലമായി പോയി ഡോക്ടർ. അപ്പൊ ആ ശീലം മാറ്റാതെ യോനാച്ചൻ രക്ഷയില്ല കേട്ടോ. അതെങ്ങനെ മാറ്റാൻ പറ്റും ഡോക്ടർ? ഈ അസുഖത്തിന്റെ പേര് അയൽശോധന എന്നാണ്. സ്വയശോധനയുടെ ഗ്രന്ഥി പ്രവർത്തനരഹിതമാകുമ്പോഴാണ് അയൽശോധന കടന്നു പിടിക്കുന്നത്. ഈ സർജറി ഏത് ഹോസ്പിറ്റലിൽ ചെയ്യാൻ പറ്റും ഡോക്ടർ? അപ്പൊ സർജറിയെ കുറിച്ച് യോനാച്ചന് അറിയാമല്ലേ? ഒരു ഓപ്പൺ മൈൻഡ് സർജറിക്ക് വിധേയനായി അന്യദോഷം കാണൽ എന്ന കീടത്തെ എടുത്തു കളഞ്ഞാൽ ഈ രോഗം മാറും. ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ ഡോക്ടർ. അപ്പോൾ ഈ സർജറി മാനസാന്തര ഹോസ്പിറ്റലിലെ ആദ്യം പരിശോധനയ്ക്ക് വിധേയമായിട്ട് ചെയ്താൽ മതി. നോക്കാം. ഓക്കെ, ശരി. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു അവറാച്ച. അപ്പോഴേ ഇപ്പൊ യോനാച്ചനാണല്ലോ വിളിച്ചല്ലേ? അതെ, തെറ്റിപ്പോയതാണ്. അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്,
ഈ മറ്റുള്ളവരുടെ കുറ്റം മാത്രം കാണുന്ന ചില ആൾക്കാരുണ്ട്. അതെ അതെ, ഈ കത്രിമേശയ്ക്ക് ഇരിക്കുമ്പോഴേ ആരൊക്കെ എടുത്തു, അതെ അതെ, ചില ആൾക്കാർ അങ്ങനെയാണ് വരുന്നത് അതിന് തന്നെയാണ്. എന്റെ അഭിപ്രായത്തിൽ മാനസാന്തരപ്പെടാത്തത് കൊണ്ടാണ് ഇതൊക്കെ അതെ സംഭവിക്കുന്നത്. അതെ അതെ അതെ, അത് തീർച്ചയായിട്ടും ഡോക്ടർ പറഞ്ഞ വളരെ ശരിയായ ഒരു പോയിന്റാണ്. അപ്പോൾ ഈ സ്വയം ശോധന എന്ന് പറയുന്ന അസ്വസ്ഥത പലരും വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അതെ. അപ്പോൾ ഹലോ 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 ഹലോ, ഒറ്റമൂലി ഓൺലൈനിലേക്ക് സ്വാഗതം. ഹലോ, ഞാൻ അച്ചാമ്മ. അച്ചാമ്മ ഡോക്ടറോട് സംസാരിച്ചോളൂ. അച്ചാമ്മ ഡോക്ടറാണ് ഇത്, ഡോക്ടർ ഒറ്റമൂലി ഡോക്ടറാണ്. എന്താണ് പ്രശ്നം, പറഞ്ഞോളൂ. ഡോക്ടർ എന്റെ പ്രശ്നം ഒരു വശം ഭാരക്കൂടുതലാണ്, അതുകൊണ്ട് സൈഡ് വലിവ് ഉണ്ടാകുന്നു. ഇത് എന്ന് മുതലാണ് അച്ചാമ്മ തുടങ്ങിയത്? ഒരു 5-6 മാസമായി ഡോക്ടർ. മറ്റെന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ? ഡോക്ടർ, എനിക്ക് ചില വ്യക്തികളോട് കൂടുതൽ അടുപ്പം. എല്ലാവരെയും ഒരുപോലെ കാണാൻ കഴിയുന്നില്ല ഡോക്ടർ. എല്ലാവരും ഒരുപോലെ ഇടപെടാൻ കഴിയുന്നില്ലല്ലേ? അതുകൊണ്ട് ഒരു വശത്തേക്ക് മാത്രം ഭാരം കൂടുതൽ അനുഭവപ്പെടുന്നു. ഇത് സൂക്ഷിച്ച് നിയന്ത്രിച്ചില്ലെങ്കിൽ പക്ഷപാതം സംഭവിക്കും. ഇതിനെന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കൂ ഡോക്ടർ. അച്ചാമ്മയ്ക്ക് എല്ലാവരെയും നോക്കി ഒരുപോലെ ചിരിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല ഡോക്ടർ. ചിലരോട് നല്ല ചിരി, മറ്റു ചിലരോട് പൊട്ടിച്ചിരി, വേറെ ചിലരോട് ചിരിയേ ഇല്ല. ഇനി മുതൽ എല്ലാ കൂട്ടായ്മക്കാരും നോക്കി നല്ല പുഞ്ചിരി പൊഴിക്കണം കേട്ടോ. ഓക്കെ, ശരി ഡോക്ടർ. അച്ചാമ്മ വീണ്ടും വിളിക്കുക, അപ്പോൾ വശപ്പിശകെല്ലാം മാറണം കേട്ടോ. നന്ദി ഡോക്ടർ. താങ്ക് യു അച്ചാമ്മ. ഡോക്ടർ, നമുക്ക് നിരവധി കത്തുകൾ ഇവിടെ ലഭിച്ചിട്ടുണ്ട്. എല്ലാം വായിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിലും സമയത്തിൻ്റെ കുറവ് മൂലം ഒരു ലെറ്റർ ഇപ്പം വായിക്കാം. ഒറ്റമൂലി ഡോക്ടർ അറിയുന്നതിന്, എൻ്റെ പേര് മാർട്ടിൻ എന്നാണ്, സ്ഥലം കുമ്പനാട്. ഇനി എൻ്റെ പ്രശ്നം വിവരിക്കട്ടെ. എനിക്ക് പ്രാർത്ഥന കൺട്രോൾ ചെയ്യുവാൻ കഴിയുന്നില്ല. സഭായോഗങ്ങൾക്കും കൂട്ടായ്മയ്ക്കും ഞാൻ പൊതുവായി പ്രാർത്ഥിക്കുന്നത് എല്ലാവർക്കും തലവേദനയും ഉറക്കവും ക്ഷീണവും ഉണ്ടാക്കുന്നു. പലപ്പോഴും ഞാൻ വിഷയം വിട്ടുപോകുന്നു. പ്രാർത്ഥിക്കേണ്ട വിഷയമല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഒരിക്കൽ ഭക്ഷണത്തിനായി എന്നോട് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. ഞാൻ സഭയിലെ എല്ലാ ഭവനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു 10 മിനിറ്റ് വേണ്ടി വന്നു പ്രാർത്ഥന തീരുവാൻ. ഫലമോ ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ മറന്നുപോയി. പിന്നീട് പാസ്റ്റർ പറഞ്ഞപ്പോഴാണ് ഞാൻ ആ കാര്യം ഓർത്തത് തന്നെ. എന്താണ് ഡോക്ടർ, ഇതിന് ഒരു പരിഹാരം ഉണ്ടോ? എനിക്ക് ഈ അസുഖത്തിൽ നിന്നും ഒരു മോചനം എന്നാണ് ലഭിക്കുന്നത്? മാർട്ടിൻ ഞങ്ങളുടെ പരിപാടി കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. മാർട്ടിനെ, ഇതുകൊണ്ടുള്ള പ്രശ്നം 10 മിനിറ്റ് താങ്കൾ ഭക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എടുത്തു. അത് ഒരു അര മിനിറ്റ് പോലും വേണ്ട, ഒരു വാക്കുകൊണ്ട് ഒതുക്കാം. അതുകൊണ്ട് സംഭവിച്ച മറ്റൊരു പ്രശ്നം കൂടെ, ആ ഭക്ഷണം തണുത്തു പോവുകയും രുചികരമായി കഴിക്കാൻ കഴിയാതെ ഇരിക്കുകയും ചെയ്യുന്നു. അത് മറ്റു രോഗങ്ങൾ ഉണ്ടാക്കും. അത് ശാരീരികമായ രോഗങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ നമ്മൾ ആത്മീകമായ രോഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അനുസരണത്തിൻ്റെ സിറപ്പ് 3 നേരം കഴിച്ചാൽ ഈ നീണ്ട പൊതുപ്രാർത്ഥന ഒഴിവാകും. പിന്നെ അച്ചടക്കത്തിൻ്റെ ഗുളിക കഴിച്ചാൽ മതി ഈ കാട് കയറൽ മാറാൻ. ഏകാഗ്രതയുടെ മരുന്ന് കുടിച്ചാൽ ഈ വിഷയം വിടൽ മാറ്റാനാകും. കൃത്യനിഷ്ഠയില്ലായ്മ എന്നൊരു ചുഴലി ബാധിച്ചിട്ടുള്ളത് കൊണ്ടാണ് മറ്റുള്ള ശുശ്രൂഷയെ താങ്കളുടെ പ്രാർത്ഥന ബാധിക്കുന്നത്. രഹസ്യ പ്രാർത്ഥന എത്ര നീണ്ടാലും അത് നല്ലതാണ്. പക്ഷേ പരസ്യ പ്രാർത്ഥന വിഷയത്തിൽ ഒതുങ്ങി നിൽക്കണം. അതിന് ഈ മരുന്നൊക്കെ ധാരാളം കഴിച്ചാൽ മതി. അത് കഴിച്ചും കുടിച്ചും താങ്കളുടെ ഈ അസുഖം മാറ്റാവുന്നതേ ഉള്ളൂ. അതിനൊരു ആഗ്രഹം ഉണ്ടാകണം എന്ന് മാത്രം. ഇതെല്ലാം സാക്ഷ്യത്തിനും പ്രസംഗത്തിനും പാട്ടിനും ഒക്കെ സംഭവിക്കാം. ഇപ്പം നീണ്ട പ്രാർത്ഥനകൾ പൊതു യോഗങ്ങളിൽ ഒഴിവാക്കണം. പാസ്റ്റർ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അപ്പച്ചനും കൊച്ചുമക്കൾക്കും വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്, അമ്മച്ചിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഈ രോഗം ഇന്ന് നമ്മുടെ ലോകത്ത് വളരെ കൂടുന്നുണ്ട്. അത് മാറ്റണമെങ്കിൽ അനുസരണവും ഏകാഗ്രതയും കൃത്യനിഷ്ഠവും അച്ചടക്കമൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാൻ കഴിയും. ഡോക്ടർ, നമ്മുടെ പരിപാടിയുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് അനേകർ വിളിക്കുകയുണ്ടായി. അനേകർ വിളിച്ചിട്ട് കിട്ടാതെ ഉള്ള ആൾക്കാരുണ്ട്. അവർക്കും ഇനി ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാം. ഇന്ന് വിളിക്കുവാൻ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. നല്ല ഡോക്ടറായ യേശുവിൻ്റെ നല്ല ചികിത്സയിൽ എല്ലാ രോഗങ്ങളും മാറുമെന്നതിൽ ആർക്കും സംശയം വേണ്ട. കാൽവറി ഹോസ്പിറ്റലിൽ എല്ലാ രോഗങ്ങൾക്കും നല്ല ചികിത്സ ലഭിക്കുന്നതാണ്. എല്ലാവർക്കും നല്ല ആരോഗ്യകരമായ ഒരു ക്രിസ്തീയ ജീവിതം ഞങ്ങൾ നിങ്ങൾക്ക് ആശംസിക്കുന്നു. തുടർന്നും ഞങ്ങളുടെ വിളിക്കേണ്ട മേൽവിലാസം ഒറ്റമൂലി ഓൺലൈൻ, കാൽവറി കുന്ന്, ഗോൾഗോൾത്ത, പിൻ നമ്പർ 1234 ഫോൺ നമ്പർ 707070, ഇമെയിൽ ottamuli@cross.in. Thank you. Court Martin.